മാധ്യമങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ബോയിംഗ് E4B വിമാനത്തെക്കുറിച്ച്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭീതിജനകമായ സാഹചര്യങ്ങളെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത അത്ഭുതകരമായ ഒരു വിമാനമാണ് ബോയിംഗ് E4B. ലോകാവസാനത്തിന്റെ വിമാനം എന്ന വിളിപ്പേര് ഈ വിമാനത്തിന് ലഭിച്ചത് അതിന്റെ സവിശേഷമായ ദൗത്യം കൊണ്ടാണ്. ഭൂമിയിൽ ഒരു ആണവായുധ യുദ്ധമോ അല്ലെങ്കിൽ സമാനമായ ആഗോള ദുരന്തമോ സംഭവിക്കുമ്പോൾ അമേരിക്കൻ ഭരണകൂടത്തിന് ആകാശത്തിരുന്ന് രാജ്യം ഭരിക്കാനും സൈന്യത്തെ നയിക്കാനും സാധിക്കുന്ന ഒരു മൊബൈൽ കമാൻഡ് സെന്ററാണിത്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ആണവായുധ മത്സരം മുറുകിയ സാഹചര്യത്തിലാണ് ഇത്തരമൊരു വിമാനത്തിന്റെ ആവശ്യകത അമേരിക്ക തിരിച്ചറിഞ്ഞത്. നിലത്തുള്ള കമാൻഡ് സെന്ററുകൾ എളുപ്പത്തിൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ആകാശത്ത് സഞ്ചരിക്കുന്ന ഒരു സുരക്ഷിത കേന്ദ്രം എന്ന ആശയം ഉടലെടുത്തു. അങ്ങനെ 1970കളിൽ ബോയിംഗ് 747-200 വിമാനത്തെ പരിഷ്കരിച്ചാണ് E4 ശ്രേണിയിലുള്ള വിമാനങ്ങൾ നിർമ്മിച്ചത്. 1947 ആദ്യമായി ഇത് സർവീസിൽ പ്രവേശിച്ചു. ഇന്ന് അമേരിക്കൻ വ്യോമസേനയുടെ പക്കൽ ഇത്തരം 4 വിമാനങ്ങളാണ് ഉള്ളത്. അമേരിക്കയുടെ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിൽ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ വിമാനത്തിനുള്ളിലും സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പറക്കുന്ന പെന്റഗൺ എന്ന് വിളിക്കുന്നത്. ഒരു യുദ്ധമുണ്ടായാൽ പ്രസിഡന്റ്, പ്രതിരോധ മന്ത്രി, ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർക്ക് സുരക്ഷിതമായി ഇരുന്നു കൊണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ ഇവിടെ സാധിക്കും. ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും മിസൈലുകൾ വിക്ഷേപിക്കാനുമുള്ള പൂർണ്ണ അധികാരം ഈ വിമാനത്തിനുള്ളിലിരുന്ന് വിനിയോഗിക്കാം.